നിങ്ങൾ എന്തിനാണ് ആ തൊട്ടിക്കെട്ടിൽ വിറ്റത്? അതിടാൻ ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. അതിന്റെ കാശ് കിട്ടിയിട്ട് വേണമായിരുന്നു ഇവിടെ അരി വാങ്ങാൻ. എന്റെ ഉപ്പുപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാപ്പയെ പ്രസവിച്ചപ്പോൾ പണിയിച്ചതാണ് ആ കട്ടിലെന്ന്. അവരൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു പോകുന്ന ആ കട്ടിലെ നിങ്ങൾ വെറു വിലയ്ക്ക് വിറ്റ് കളഞ്ഞു. എന്തുദ്ദേശത്തോടെയാണ് നിങ്ങളത് വിറ്റത്? നമുക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു? അതോ നമുക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൂടെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? സബീന, സന്തോഷമെന്നത് എന്റെ ജീവിതത്തിൽ എന്നേക്കുമായി യാത്ര പറഞ്ഞിരിക്കുന്നു ജോൺസൺ. എന്റെ ഖബർസ്ഥാനം വരെ എന്റെ ഈ ദുഃഖഭാരം എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും ഒരു കുഞ്ഞുണ്ട കൂടിയാണ് ബീന ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ആ വിശ്വാസം വളരാതിരിക്കാൻ സത്യം തുറന്നു പറയണം. എങ്കിൽ ആ നിമിഷം അവൾ ഹൃദയം പൊട്ടി മരിക്കും. എനിക്കാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനക്കരുത്തുമില്ല. എന്ന് പറഞ്ഞാൽ ഒക്കുമോ? തുറന്ന് പറഞ്ഞേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേർപൂട്ടി മരിക്കും. ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു ജോൺസൺ. പക്ഷേ വയ്യ എനിക്ക്. അതിനൊരേ ഒരു രക്ഷാമാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ബീനയെ മൊഴിച്ചില്ലേ. അവൾ മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി സന്തോഷമായി ജീവിക്കട്ടെ. നിങ്ങൾക്കത് സാധ്യമാണോ സത്താൻ? സാധ്യമാകണം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൾ കണ്ണീരുമായി കഴിയേണ്ടി വരും. എന്നെ ജീവനിലുപരിയായി സ്നേഹിക്കുന്നവൾ നിത്യദുഃഖിതയായി ജീവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജോൺസൺ. അവരതിനെ സമ്മതിച്ചില്ലെങ്കിൽ? വയറ് നിറഞ്ഞു. ഇതുപോലെ വല്ലതും കഴിച്ച് വിശപ്പടങ്ങിയ ദിവസം ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ പോട്ടെ. നല്ല കുഞ്ഞ്. ഇതുപോലെ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ മോക്കും തരും. ഇക്ക വരുന്നു. നിങ്ങൾ പിച്ചോളൂ. എന്താ ഒരു സുഖമില്ലായ്മ? നിന്റെ ഈ കിറുക്കുറ കവിഞ്ഞു പോകുന്നു. എനിക്കോ? പിച്ചക്കാരി പെറ്റതായാലും എന്ത് നല്ല ഓമനത്വമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ ലീനമോളെ കുറിച്ച് ഓർത്തുപോയി. നിങ്ങൾ കേട്ടോ? മാമൂട്ടിലെ കോയാക്കയുടെ മോളെ 8ാം മാസത്തിൽ പെറ്റൂന്ന്. ഓ, ഈ ബലാലിനെ കൊണ്ട് ഞാൻ തോറ്റ്. എപ്പോ നോക്കിയാലും മറ്റുള്ളവർ കുറ്റം പറയാനേ നേരമുള്ളൂ. അപ്പോഴത്തേക്കും പണങ്ങിയല്ലോ. സത്താരക്ക വന്ന് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? അതെ. അപ്പുറത്ത് അമേരിക്ക വന്നിട്ടുണ്ട്. അല്ല, ഇക്ക എന്താ ഇവിടെ വന്നിരിക്കുന്നേ? വെറുതെ വല്ലാത്ത ചൂട്. പിന്നെ എന്തോ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ നാളെ സത്താർ ആളയച്ചു. എന്നിട്ട് ഇപ്പോഴെങ്കിലും ഇക്ക എത്തിയില്ല. മഹാഭാഗ്യം. കളിയാക്കാടി. പിന്നെ അല്ല, അളിയൻ എന്തിനായിരിക്കും ആള് പറഞ്ഞയച്ചത്? ഇക്കയ്ക്ക് ആള് പറഞ്ഞയച്ച വിവരം തന്നെ ഇപ്പോഴാ ഞാൻ അറിയുന്നേ. ആഹാ, അളിയൻ എവിടെ പോയി? കുറച്ചു മുൻപേ പുറത്തേക്ക് പോയതാ. ഇപ്പൊ വരും. ഇക്ക ഇരിക്കും. വന്നിട്ട് അധികം നേരമായ? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് കുഴുപ്പള്ളിയിൽ പോയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോന്നെന്ന്. ഞാൻ നേരെ മടങ്ങി. എന്തിനാ അത്യാവശ്യമായിട്ട് ആളയച്ചത്? പറയാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? പറയാം. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. സബീനെ മൊഴിയുടെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
നേരമായല്ലോ ഈ നിൽപ്പും ആലോചനയും തുടങ്ങിയിട്ട്. ഇത്ര വിഷമിക്കാൻ ഇവിടെ ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ. എന്തോ എനിക്കൊന്നും അറിയില്ല. മനസ്സിന് വല്ലാത്ത വിഷമം. ഇക്കെ ആളയച്ച് വിളിപ്പിച്ചത് എന്തിനാണ്? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് പതിവില്ലാത്തതാണ്. ഇത്രത്തോളം വിഷമിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഒക്കെ ഇത്തയുടെ തോന്നലാ. ഇല്ല, കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റമുണ്ട്. എനിക്കൊന്നും അറിയില്ല. അവർ വരുന്നുണ്ടല്ലോ. എന്താ വന്നാലും എന്തുണ്ടാ പറയക്ക. എന്തുണ്ടായിരുന്നു പറയക്ക, പറയക്ക. സത്താർ നിന്നെ മൊഴി ചൊല്ലി. എല്ലാം മൊഴി ചൊല്ലി. എന്തിനാണ് എന്റെ മൊഴി ചൊല്ലിയത്? അതിനും മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തില്ല. പിന്നെ എന്തിനാ എന്റെ മൊഴി ചൊല്ലി? ഞാൻ നിങ്ങളോട് എന്റെ മൊഴി ആവശ്യപ്പെട്ടില്ലല്ലോ. ഈ ജീവിതം തുടർന്നുകൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കളങ്കം ചാർത്തുന്ന സംഭവമാണ്. അതിന്റെ കാരണം അറിയാൻ അവൾക്ക് അവകാശമുണ്ട്. പറ, എന്തിനെന്നെ മൊഴി ചൊല്ലി? ഞാൻ അങ്ങയ്ക്കൊരു ഭാരമായിരുന്നു. അങ്ങയുള്ള സുഖജീവിതത്തിന് ഞാനൊരു വിലങ്ങ് തടിയായിരുന്നു. ഒരു പുതിയ ജീവിതമാണ് അങ്ങ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതെന്നോട് പറയാമായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ശല്യമാകുമായിരുന്നില്ല. താറ്റുമ്മയുടെ സ്ഥാനത്ത് ഞാനും ഇവിടെ കഴിയുമായിരുന്നു. ബീന, എന്നെ കൊല്ലാതിരിക്കൂ, കൊല്ലാതിരിക്കൂ. എങ്ങോട്ട് പോകുന്നു? എന്തിനാണ് എന്റെ മൊഴി ചൊല്ലിന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞില്ല എന്നോട് ചോദിക്കരുത്. ഒന്നു മാത്രം നീ വിശ്വസിക്കൂ. നാം തമ്മിൽ കണ്ട നാളു മുതൽ നിന്നെ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിച്ചു. എന്നും സ്നേഹിക്കുന്നു. എന്നും ഈ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും. സ്നേഹം നിങ്ങൾ ഈ കാണിച്ചതാണ് സ്നേഹമെങ്കിൽ വേലാൽ ഈ സ്നേഹം ആരോടും കാണിക്കാതിരിക്കൂ, ആരോടും കാണിക്കാതിരിക്കൂ. ബീന പോ. ഇന്നു മുതൽ നിനക്ക് എന്നെയോ എനിക്ക് നിന്നെയോ കാണാൻ പാടില്ല. അന്യരാണ്. അതെ, നാം ഇന്ന് അന്യരാണ്. അന്യർ. ഇല്ല, നമുക്ക് പുറപ്പെടാം. നിങ്ങൾക്ക് ഇതിനെങ്ങനെ മനസ്സ് വന്നു സുൽത്താൻ? സബീനയെ മൊഴി ചൊല്ലാൻ നിങ്ങളുടെ നാവ് എങ്ങനെ ഉയർന്നു? അത് അസാധ്യമാണെന്നാണോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അങ്ങനെയാണ് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത്. എങ്കിൽ ആ ധാരണ തെറ്റിപ്പോയി. സബീന നല്ലവളും സ്നേഹമുള്ളവളുമായിരുന്നു. എനിക്കവളെ ജീവനായിരുന്നു. എന്നിട്ടും ഞാനത് ചെയ്തു, ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ജോൺസൺ, ഞാനിപ്പോൾ തികച്ചും സന്തോഷവാനാണ്. ജോൺസൺ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന 2 ദിവസങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, സബീന വിവാഹിതയാകുന്ന ദിവസം.
മറ്റൊന്ന് അവളൊരു ഉമ്മയാകുന്ന ദിവസം. ആ ദിവസങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരത്ഭുത മനുഷ്യനെന്നേ തന്നെ കുറിച്ച് പറയാനുള്ളൂ. സബീന ഒരു ഉമ്മയാകുന്ന ദിവസം വിലപിടിപ്പുള്ള ഒരു സമ്മാനവുമായി ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ അവളോട് പറയും, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചതെന്ന്. അവൾക്ക് എന്നോടുള്ള വെറുപ്പും ദേഷ്യവും അതോടെ മാറിക്കൊള്ളും. നല്ല സ്വപ്നങ്ങൾ. പക്ഷേ യാഥാർത്ഥ്യമാണെന്ന് മാത്രം. എന്റെ യാഥാർത്ഥ്യമാകാതിരിക്കാൻ? നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് ദുഃഖത്തിനെന്ത് വില? ഇത് സ്വർഗമല്ലേ? രണ്ടുടലും ഒരു മനസ്സുമായി സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന നിങ്ങൾ ആരും ഒരു തെറ്റ് ചെയ്യാതെയാണ് പെട്ടെന്ന് ഈ ബന്ധം അവസാനിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ സബീനയ്ക്ക് പെട്ടെന്ന് തന്നെ മറക്കാനോ മറ്റു വിവാഹം കഴിക്കാനോ സാധിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ ജീവിത അവസാനം വരെ അവൾ അവിവാഹിതയായി കഴിഞ്ഞുകൂടുന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്റെ സ്വപ്നങ്ങൾക്ക് എന്താണ് ഒരു വില? ചോദിക്കുന്നോണ്ട് സബീനാക്ക് വിഷമം തോന്നരുത്. സത്താർ നിന്നെ മൊഴിയെല്ലാം കാര്യം എന്താ? എനിക്കറിയില്ല. ഇത് നല്ല തമാശ. കെട്ടിയോ മൊഴി ചൊല്ലുന്നതിന്റെ കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ഓ, പൂച്ചയ്ക്ക് എന്നാ പൊന്നിരിക്കുന്നിടത്ത് കാര്യം. ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും. പാടി പിന്നെ നമുക്ക് പോ. എന്താ സബീന ഇതിന്റെയൊക്കെ അർത്ഥം? നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ആളുകളുടെ സംശയം കൂടുതലേ ഉള്ളൂ. ഇത്താനോട് സത്യം പറ, എന്തിനാ സത്താർ നിന്നെ മൊഴി ചൊല്ലിയത്? എനിക്കറിയില്ല ഇത്താ. ഇത് നല്ല പുതുമ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു കാര്യമില്ലാതെ ഒരാൾ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കുക. ഞാൻ സത്യം പറഞ്ഞതാണ്. എനിക്കൊന്നും അറിയില്ല. ഈ ഒളിച്ചുകളെ എന്റെ അടുത്തേ പറ്റൂ. നാട്ടുകാരുടെ അടുത്തൊന്നും പറ്റില്ല. എന്നെ കുറിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളു. അവിടെയൊക്കെ വാ തുന്നി കെട്ടാൻ കഴിയില്ലല്ലോ. എന്റെ വാ തുന്നി കെട്ടിക്കോ, അത് മതിയല്ലോ നിനക്ക്. ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കിടന്നാലോ? 4-5 ദിവസമായില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട്? അല്ല, കുഞ്ഞാലി അറിയാനായിട്ട് ചോദിക്കുക. ഇക്കാക്ക് ഈ കബറ് വെട്ടുകാരൻ അബ്ബാസൊക്കെ ആയിട്ട് വല്ല കരാറുമുണ്ടോ? അതിന് ഈ പഷ്ണി കിടന്ന് മരിക്കണോ? മരിക്കാതെ കണ്ട് തന്നെ ഇക്കാടെ വീതം കൊടുത്ത് കണക്ക് തീർക്കാല. എണീറ്റ് വന്ന് വല്ലതും കഴിക്കുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?